ഹായ് ഗായ്സ്, എല്ലാവർക്കും എന്നാണ്ട് വിശേഷം. അപ്പോൾ നമ്മൾ കോൺവോളിൽ ചിന്തകൽ കാസിലൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ചെറിയ കോഫിയൊക്കെ കുടിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മളിപ്പോൾ പോകുന്ന സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ടൈഡിൻ്റെ സമയമൊക്കെ നോക്കി നമ്മളപ്പോൾ നേരത്തെ എത്താനുള്ള പരിപാടിയാണ്. നമ്മളവിടെ എത്തി. കാണുന്നതാണ് സെൻറ്റ് മൈക്കിൾസ് മൗണ്ട്. നമ്മളിപ്പോൾ ഈ ബീച്ചിൽ കൂടെ നടന്ന് നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, വോക്ക് വേ കുറച്ച് ദൂരെയായിട്ട് കാണാം. അപ്പോൾ ബീച്ചിൽ കൂടെ നടന്ന് വേണം നമ്മൾ ആ വോക്ക് വേയിലെത്താൻ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ നടുക്കൂടെയാണ്, ഇതാണ് വോക്ക് വേ. അപ്പോൾ കടലിൻ്റെ നടുക്കൂടെ വേണം നടന്ന് സെൻറ്റ് മൈക്കിൾസ് മൗണ്ടിലെത്താൻ. ഒത്തിരി വീഡിയോസിലും റീൽസിലും ഒക്കെ നമ്മൾ ഈ വോക്ക് വേ കണ്ടിട്ടുണ്ട്. നല്ല ഫേമസ് ആയിട്ടുള്ള സ്പോട്ടാണിത്. അപ്പോൾ അത് മാത്രമല്ല, ഈ ടൈഡ് വന്ന് കയറിയിരിക്കുമ്പോൾ വോക്ക് വേ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഏകദേശം 11 മണിയോളമായി അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ആൾക്കാരൊക്കെ മൗണ്ട് കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്ന് അവിടെ പോയ പോകുന്ന പരിപാടിയാണ്. നമ്മളപ്പോൾ ആ വോക്ക് വേ കൂടെ നടന്ന് അതിൻ്റെ എൻട്രൻസിലെത്തി. നമ്മൾ സമയമൊക്കെ നോക്കി 12 മണിക്ക് ടൈഡ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് സമയമൊക്കെ നോക്കിയാണ് വന്നത്. പക്ഷേ എന്ത് പറയാനാ, ഇന്ന് ഓൾറെഡി ടൈഡ് പ്രതീക്ഷയിൽ നേരത്തെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ക്ലൈമറ്റ് ചതിച്ചു ഗൈസ്. അപ്പോൾ ടൈഡ് നേരത്തെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓൾറെഡി നമ്മളെ കയറ്റിയില്ല. ഓൾറെഡി അവിടെ മൗണ്ടിലുള്ള ആൾക്കാരെയും അവർ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പുറത്തേക്ക്. അപ്പം നമ്മൾ അതൊരു സങ്കടമായിപ്പോയി. പിന്നെ നമ്മളവിടെ കണ്ട കുറച്ച് ഇതുപോലെ അവരുടെ ഒരു ചെറിയ ബോട്ടാണിത്. അവരുടെ എംപ്ലോയീസിനെയൊക്കെ മൗണ്ടിൽ നിന്ന് തിരിച്ച് ലാൻഡിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഇവരുടെ വർക്കിംഗ് പ്രൊഫഷണൽസിൻ്റെ ഒരു ട്രാൻസ്പോർട്ടാണെന്ന് വേണം പറയുന്നത്. അപ്പം നമ്മളെന്തായാലും മൗണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ടൈഡ് വരുന്നത് കാണാനായിട്ട് നമ്മളവിടെ കുറച്ച് നിന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ടൈഡ് വരും കേട്ടോ. അവർ അവിടുത്തെ സെക്യൂരിറ്റിയും വർക്കേഴ്സും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല. ടൈഡ് പെട്ടെന്ന് വന്ന് കയറി. അതാണ് അത്ര ആൾക്കാർ അവർ പെട്ടെന്ന് കയറ്റാണ്ട് പെട്ടെന്ന് വിട്ടത് അവിടുന്ന്. ടൈഡ് വന്ന് കയറിയത് വല്ലാണ്ട് കയറും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടുന്ന് പോരാൻ പറ്റില്ല. അതുപോലത്തെ ഇതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അപ്പം നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. നമ്മൾ പിന്നെ അവിടുന്ന് പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കോൺവോളിലെ ലാൻസെൻറ്റിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ.